കൃപേഷിന്റെ സഹോദരി കൃപ സംസാരിക്കുക. ഇനിയിപ്പോൾ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിയമപോരാട്ടം തുടരും. അത് എല്ലാവരും കുടുംബവും ഒന്നിച്ചിരുന്നിട്ട് തുടരണം തന്നെയാണ്. വെറുതെ വിട്ടത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ ചെയ്തത് ആർക്കും ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെ നമ്മളൊന്നും ചിന്താതെ കൃപേഷിന്റെ സഹോദരി കൃപയുടെ പ്രതികരണമാണ്. ആർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ പ്രതികരണത്തിലേക്കാണ് വീണ്ടും. അതിനകത്ത് രാഷ്ട്രീയ നേതാവുണ്ട്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി പങ്കെടുക്കുകയല്ലേ, ആളെ കൊല്ലാൻ നിൽക്കുകയല്ലേ. പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് ലോക്കൽ കമ്മിറ്റി അംഗം വരെ കൊല്ലുന്നൊരു പാർട്ടിയായ പാർട്ടി മാറുകയല്ലേ. കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ MLA-യോട് പറയാനായിട്ടുള്ളത്, ഈ ശരത്തിനും കൃപേഷിനുമുണ്ട് അമ്മയും പെങ്ങളും അച്ഛനുമൊക്കെ. ആ അമ്മയും പെങ്ങളും അച്ഛനുമൊക്കെ കഴിഞ്ഞ 6 വർഷക്കാലമായി അവരുടെ കുടുംബത്തിന്റെ ഒരു നാടിന്റെ താങ്ങായ ചെറുപ്പക്കാര് അതിദാരുണമായി അകാരണമായി കൊല്ലപ്പെട്ടതിന്റെ പ്രയാസത്തിലാണ്. അതിനേക്കാൾ വലിയ വിഷമമൊന്നും കുഞ്ഞിരാമന്റെ കുടുംബത്തിന് ഉണ്ടാകുന്നില്ല. ആ വിഷമം കുഞ്ഞിരാമന്റെ കുടുംബം അങ്ങ് സഹിച്ചാൽ മതി. പിന്നീട് ഗൂഢാലോചന അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ കേസിൽ ആ ഗൂഢാലോചനയുടെ അവസാനത്തെ വാതിൽ വരെ അന്വേഷണത്തിൽ എത്തിയെന്ന് തോന്നുന്നു. അവസാനത്തെ വാതിൽ വരെ എത്തിയെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ലല്ലോ. ഇതിനകത്തൊക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കും. ഈ കൊലപാതകമെല്ലാം ഒരേ സ്വഭാവത്തിലല്ലേ നടക്കുന്നത്? ആളുകൾ മാത്രമല്ലേ മാറുന്നുള്ളൂ. എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിക്കുകയായിരുന്നു. ഈ വിഷയത്തിലെ തുടർ നടപടികളെ പറ്റി കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന് ഇതിനോടകം പ്രധാനപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. 14 പ്രതികളാണ് കുറ്റക്കാർ. 10 പ്രതികളെ വെറുതെ വിട്ടു. പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുന്നത് ഉറപ്പായും അതുണ്ടാകും എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. അതിൽ കുടുംബം അങ്ങനെ ഒരു അപ്പീൽ നൽകണമെന്ന് അവർക്ക് ആവശ്യമുണ്ട്. അവരത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയും 10-15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. 1 മുതൽ 8 വരെ 10-15 ഇങ്ങനെയുള്ള ഇത്തരം പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം ഗൂഢാലോചന തെളിഞ്ഞിരിക്കുന്നത്. 14, 20, 21, 22 14-ാം പ്രതി, 20-ാം പ്രതി, 21-ാം പ്രതി, 22-ാം പ്രതി ഇവർക്കെതിരെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 225 പ്രകാരം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 225 എന്നത് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അവരെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുക, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തുക, പ്രതികളെ ഈ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച പ്രതികളെ ഏതെങ്കിലും മറ്റു കേന്ദ്രത്തിൽ കൊണ്ട് പാർപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ്. അതാണ് മുൻ MLA ഉൾപ്പെടെ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ, അതായത് 14, 20, 21, 22 ഈ പ്രതികൾക്കെതിരെ 225-ാം വകുപ്പ് പ്രകാരം അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ബാക്കി ശിക്ഷിക്കപ്പെട്ട 10 പ്രതികളും 14-ൽ 10 പേർക്കെതിരെയും കൊലക്കുറ്റവും ഗൂഢാലോചന, 1 മുതൽ 8 വരെയും 14, 10, 15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. മറ്റു പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ശ്രീകാന്ത് കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ശിക്ഷാവിധി ജനുവരി 3-ന് പ്രഖ്യാപിക്കും. അപ്പോൾ ഇതിൽ കോടതിയുടെ മറ്റു പരാമർശങ്ങൾ, മറ്റ് നിഗമനങ്ങൾ, പ്രതികൾ കോടതിയിൽ അവരുടെ മാനുഷിക പരിഗണനയൊക്കെ നൽകണം എന്ന് പറയുന്നുണ്ട്. ഡിഗ്രിക്ക് പഠിക്കണം, എന്നെ തൂക്കിക്കൊല്ലു എന്നൊക്കെ ഒരു പ്രതി കോടതിയിൽ നാടകീയമായി പറയുന്നത് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് കോടതി നടപടികളുടെ മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശിക്ഷാവിധി എന്നാണ് എന്നുള്ളതാണ്. അത് ജനുവരി 3-നാണ് ശിക്ഷാവിധി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അന്ന് ശിക്ഷ എന്താണ്, ഈ പ്രതികൾക്ക് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് ശിക്ഷ ഉണ്ടാവുക എന്ന് അന്ന് പ്രഖ്യാപിക്കും. 1 മുതൽ 8 വരെയും 10-15 പ്രതികളും ഈ കൊലപാതകം, ഗൂഢാലോചനയടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ വരുന്നത് 14, 21, 22 പ്രതികളാണ്. അവർക്കെതിരെ 225 IPC ആണ് തെളിഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ വിജയകുമാർ പറഞ്ഞതുപോലെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതിനെ തടയുക, അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയതാണ്. അത് സ്വാഭാവികമായും മേൽക്കോടതിയിലേക്ക് പോയാൽ ജാമ്യം കിട്ടുന്നതും അവർക്ക് പുറത്ത് നിന്ന് അപ്പീൽ, ഈ ജാമ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അവസരവും അവർക്ക് വരും. KV കുഞ്ഞിരാമനൊക്കെ ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആ വകുപ്പ് പ്രകാരം അങ്ങനെയാണ് അതിൻ്റെ രീതി. 3 വർഷത്തിൽ താഴേക്കേ വരുന്നുള്ളൂ. 6 to
2 വർഷം 6 മാസം മുതൽ 2 വർഷം വരെയൊക്കെയാണ് ശിക്ഷ വരുന്നത്. അങ്ങനെയെങ്കിൽ ജാമ്യത്തിൽ നിന്നുകൊണ്ട് മേൽക്കോടതിയിൽ അപ്പീൽ പോയി അതിൽ നിന്നും വിടുതൽ നേടുന്നതിനോ മറ്റോ അയാൾക്ക് ശ്രമിക്കാവുന്നതാണ്. കെ വി കുഞ്ഞിരാമൻ അടക്കം ശ്രമിക്കാവുന്നതാണ്. അതുകൊണ്ടാകണം ഒരു പക്ഷേ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശ്രീകാന്ത് കോടതിയിൽ നിന്ന് ഈ വിധി ന്യായത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.